നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഒരു ഓട്ടം പോയിട്ട് വന്നപ്പോൾ കിട്ടിയ പണിയാണ്. ഇനി ഇതിനെ ശരിയാക്കാതെ ഒരു മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉടനെ നമ്മുടെ ചെറുക്കനെ എടുത്ത് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. ചെറിയ കൊല്ലയിലുള്ള സജീവണ്ണന്റെ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാനും ചേട്ടനും കൂടെയാണ് നമ്മുടെ ചെറുക്കനെയും കൊണ്ട് ഇപ്പൊ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പണി ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ആ കാണുന്ന ചെറുക്കനെ നമ്മുടെ കണ്ണിൽ പെട്ടത്. കിടിലം പെയിന്റ് ഒക്കെ അടിച്ച് ഫ്രണ്ടും ബാക്കും എല്ലാം മാറി BMR-നെ BS6 ആക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അപ്പു സാർ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ താരത്തിന് പരിചയപ്പെടുത്തി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിറച്ച് താടിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിയാണ് സജീവൻ. വണ്ടിയുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പണി വന്നാലും നമ്മൾ നേരെ ഓടി വരുന്നത് ഇവിടെ തന്നെയാണ്. പുള്ളിയെ ചില സമയങ്ങളിൽ കണ്ടു കിട്ടാൻ പാടാ, പക്ഷെ കണ്ടു കിട്ടിയാൽ ഏതു പണിയും നല്ല പെർഫെക്ഷനോടെ ചെയ്ത് അങ്ങനെ പുള്ളിയെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിനിടയ്ക്ക് നമ്മുടെ ബംഗാളി ബൈ നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടിയുടെ അടിയിൽ അപ്പു സാർ കയറിയിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ജാക്കി വെക്കാൻ അറിഞ്ഞിടാത്തോണ്ട് ജാക്കി എടുത്ത് വെച്ച് ജാക്കി വെച്ച് പഠിക്കുകയാണ് അപ്പു സാർ. എന്ത് ചെയ്തിട്ടും ജാക്കി നേരെ പൊങ്ങാത്തോണ്ട് അപ്പു സാർ അതിൽ നിന്ന് വിരമിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സൈഡിൽ ഇല്ലാത്ത വൈപ്പറിനെ വെച്ച് തരാമെന്ന് പറഞ്ഞ് സജ്ജീകരണ പരിശ്രമം തുടങ്ങിയത്. ഇതെല്ലാം കണ്ടുകൊണ്ടും കൺട്രാക്ട് വിട്ടുകൊണ്ടും ചാടൻ സൈഡിൽ മാറി നിൽപ്പുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അപ്പു സാർ എവിടെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള പുതിയ ഡാഷ്ബോർഡ് എവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ ഡാഷ്ബോർഡിൽ റെക്സിൻ ഒട്ടിച്ചിട്ട് വേണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ ഇന്നത്തെ വർക്ക്ഷോപ്പിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഷെഡിലേക്ക് പോകുക. അപ്പോഴാണ് വഴിയിൽ വെച്ച് ലിയോ ചേട്ടനെ കണ്ടുമുട്ടിയത്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഒന്ന് പൊക്കി തരാൻ ലിയോ ചേട്ടനോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ആയുധങ്ങളൊക്കെ എടുത്ത് പുള്ളി പരിപാടി തുടങ്ങി. അപ്പോഴേക്കും നന്ദുവിന് സീക്കിയായിട്ട് ഓട്ടം പോകാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റഫർ സാർ എത്തിയിരുന്നു. അങ്ങനെ ലിയോ ചേട്ടന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ സാറിനോട് ചാറ്റ് പറഞ്ഞ് നമ്മൾ നേരെ പോയത് കളിയിക്കവളയിലേക്ക്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ യു ക്ലാമ്പ് ടൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. വണ്ടി കൊണ്ട് ഇട്ടപ്പോഴേ ഇവിടുത്തെ മെയിൻ ആശാരി വന്ന് വണ്ടിയുടെ അടിയിൽ കയറി എല്ലാം പരിശോധിച്ച് പണിയെല്ലാം തകർത്തുമയായിട്ട് തുടങ്ങി. ലിയോ ചേട്ടനാണ് പ്ലാറ്റിന്റെ പരിപാടിക്ക് നമുക്ക് ഈ കട പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണികൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഷെഡിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ബിറകിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒരു നമ്പർ ഇല്ലാന്ന് സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആ ഇല്ലാത്ത നമ്പർ അടിക്കാൻ വേണ്ടി സ്റ്റിക്കർ അടയിൽ കയറിയപ്പോഴാണ് അപ്പൂന് വേറൊരു ആഗ്രഹം. അവന്റെ സ്വന്തം പേരെന്ന് അവകാശപ്പെടുന്ന പേര് വണ്ടിയുടെ സൈഡ് ഡോറിൽ ഒട്ടിക്കും. അങ്ങനെ 9 എന്ന നമ്പറിന്റെ കൂടെ അവന്റെ പേര് കൂടി പ്രിന്റ് എടുക്കാൻ തുടങ്ങി. വണ്ടിയുടെ നല്ല വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ അവന്റെ പിറകെടും താങ്ങണം. പക്ഷെ സ്വന്തം പേര് പ്രിന്റ് എടുക്കുന്നത് വീഡിയോ എടുക്കാൻ അവന് ആരും താങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ അവന്റെ പേര് ഡോറിൽ ഒട്ടിച്ചപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. സത്യത്തിൽ നമ്മൾ ഇവിടെ വന്നത് ഈ ഫോൺ നമ്പറിന്റെ അവസാനം 9 എന്നുള്ള നമ്പർ കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കി നാളെയാണ് കേട്ടോ.